സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടുണ്ടോ? 1999 ജോർജ് ഡാൻസിംഗ് എന്ന ഈ വ്യക്തി ക്ലാസ്സിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ ബോർഡിനകത്ത് അധ്യാപകൻ കുറച്ച് കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഹോംവർക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നോട്ട്ബുക്കിനകത്തേക്ക് അതേപോലെ പകർത്തി എഴുതിയിട്ട് വീട്ടിൽ പോയി സോൾവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്നാൽ അത് സാധാരണയേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മാത്സ് പ്രോബ്ലം ആയിരുന്നു. അധ്യാപകനോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നതിന് വഴക്ക് പറയുന്നു വിചാരിച്ചിട്ട് 2-3 ദിവസം എടുത്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് അധ്യാപകനെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു. പ്രൊഫസർ കുറച്ച് തിരക്കായതുകൊണ്ട് ആ ബുക്ക് അവിടെ വെച്ചിട്ട് പോയിക്കോ എന്നായിരുന്നു ജോർജിനോട് പറഞ്ഞത്. ജോർജ് അതേപോലെ ബുക്ക് അവിടെ വെച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അധ്യാപകൻ ജോർജിന്റെ പുസ്തകം എടുത്ത് പരിശോധിച്ച സമയത്ത് ജോർജ് ചെയ്തു വെച്ച കാര്യം കണ്ടിട്ട് അധ്യാപകൻ ശരിക്കും ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ അന്ന് അധ്യാപകൻ ബോർഡിനകത്ത് എഴുതി വെച്ചത് ഹോംവർക്ക് ആയിരുന്നില്ല, സ്റ്റാറ്റിസ്റ്റിക്സിലെ അൺസോൾവ്ഡ് പ്രോബ്ലംസ് ആയിരുന്നു. കഴിഞ്ഞ 110 വർഷമായിട്ടും ആരെ കൊണ്ടും സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു മാത്സ് പ്രോബ്ലം കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ബോർഡിനകത്ത് എഴുതിയിട്ടതായിരുന്നു. അതാണ് ജോർജ് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് സാറിനെ കൊണ്ട് കാണിച്ചത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ ജോർജിന് അറിയത്തില്ലായിരുന്നു ഇതൊരു അൺസോൾവബിൾ പ്രോബ്ലം ആണെന്ന്. അത് അറിയാമായിരുന്നെങ്കിൽ ജോർജിന് ചിലപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. കാരണം 2-3 വട്ടം ട്രൈ ചെയ്തിട്ട് നടക്കാതെ വരുന്ന സമയത്ത് ഇത് ശരിക്കും സോൾവ് ചെയ്യാൻ കഴിയാത്ത ഒരു സാധനമാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഉപേക്ഷിച്ച് പോവേണ്ടതാണ്.